ഹായ് ഓൾ. ഇന്ന് ജോൺ കീറ്റ്സിൻ്റെ എൻഡിമിയോൺ എന്നുള്ള ലോങ് പോയവും അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടി, ആർട്ട്, നേച്ചർ എന്താണെന്ന് നമ്മൾ നോക്കാം. ഈ പോയവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ അരിസ്റ്റോട്ടലിൻ്റെ തിയറിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജോൺ കീറ്റ്സിൻ്റെ കുറച്ചൊരു ബയോഗ്രഫി നോക്കാം. ജോൺ കീറ്റ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് പെർഫെക്റ്റ് റൊമാൻറ്റിക് പോയറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതായത് അദ്ദേഹം പോയട്രിയുമായിട്ട് വളരെ ഡിവോട്ടഡ് ആയിരുന്നു. ആൻഡ് വേറെ ഒരു ഇൻട്രസ്റ്റും അദ്ദേഹം പോയം എഴുതുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാഷന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പാഷനാണ് പോയിട്രി റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ വേറെ ഒരു എയിമും അദ്ദേഹത്തിനില്ല. ഹി വാസ് ഡിവോട്ടഡ് ടു പോയിട്രി. വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് പോയം എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോറൽ ലോ, അതായത് കുറച്ച് ഉപദേശം തരാനും നമുക്ക് പോയിട്രി ഒന്ന് റീഫോം ചെയ്യാനും ഒക്കെയാണ്. ഷെല്ലി എന്ന് പറയുന്നത് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, റെവല്യൂഷണറി ആയിട്ടുള്ള കുറച്ച് പോയംസാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ റെവല്യൂഷനൊക്കെ കാണിക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക, എന്തെങ്കിലും ക്രിറ്റിസിസം ഒക്കെ പറയാൻ വേണ്ടി, അതായത് പുതിയ പുതിയ വലിയ വലിയ മാറ്റങ്ങൾക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അദ്ദേഹം പോയം എഴുതിയത്. ബൈറൺ എന്ന് പറയുന്നതും ഏകദേശം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ടൈമിലുള്ള പൊളിറ്റിക്കൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതിനെതിരെ എഴുതുന്നു. കോൾറിഡ്ജ് എന്ന് പറയുന്ന ഒരു മെറ്റാഫിസിക്കൽ പോയിറ്റാണ്. അതായത് മറ്റേ നമ്മളറിയാലോ റൈം ഓഫ് ദി ഏൻഷ്യൻ മാരിനറും അങ്ങനത്തുള്ള പോംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാൻറ്റസി എലിമെൻറ്റ്സ്, സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് നമ്മുടെ കുബ്ല ഖാനൊക്കെ എഴുതിയതുപോലെ അങ്ങനെയുള്ള കുറച്ച് പോംസാണ് എഴുതിയത്. കീറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന് സോഷ്യലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസ്റ്റർബൻസസ് ഒന്നും അദ്ദേഹത്തിനെ എഫക്റ്റ് ചെയ്തതില്ല. അദ്ദേഹം ബ്യൂട്ടിയെക്കുറിച്ചും അദ്ദേഹം പോയട്രി എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെമ്പറമെൻറ്റ് സ്യൂട്ട് ചെയ്യാനും വേണ്ടിയാണ് അദ്ദേഹം പോയട്രി എഴുതിയത്. ഓക്കെ, അപ്പോൾ കീറ്റ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയം, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലോങ് പോയമാണ് നമുക്ക് പഠിക്കാനുള്ള എൻഡിമിയോൺ. അത് 1818 എഴുതിയത്, അതായത് 1818. അദ്ദേഹത്തിൻ്റെ മറ്റ് പോയംസ് എന്ന് പറയുന്നത് എന്താണ്, ദ ഈവ് ഓഫ് സെയിൻറ്റ് ആഗ്നസ് ഉണ്ട്, പിന്നെ കുറച്ച് സോണറ്റ്സ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം, പിന്നെ ലാബെല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സി ഉണ്ട്, ഹൈപ്പീരിയൻ എന്നുള്ളൊരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു എപ്പിക് പോം ഉണ്ട്. ഓക്കെ, 25 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ എൻഡിമിയോൺ എന്നുള്ള പോയത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് മെമ്മറബിൾ ലൈനാണ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. ആ ഒരു പോമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. എൻഡിമിയോൺ എ പൊയറ്റിക് റൊമാൻസ് എന്നാണ് ഈ ഒരു ബുക്കിൻ്റെ കംപ്ലീറ്റ് പേര്. ഇതൊരു പോയമാണ്, 4 ബുക്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തോമസ് ചാറ്റർട്ടൺ എന്നുള്ള ഒരു പോയറ്റിന് വേണ്ടിയാണ് ഈ ഒരു ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മെമ്മറിക്ക് വേണ്ടിയാണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഈ പോയം എഴുതിയതിന് ശേഷം ഒരുപാട് ക്രിറ്റിസിസം അദ്ദേഹം നേരിട്ടു. അതായത് പിന്നീടാണ് ഇതൊരു മാസ്റ്റർ പീസ് ഐറ്റമായിട്ട് 19th സെഞ്ച്വറി റൊമാൻറ്റിക് മൂവ്മെൻറ്റിൽ വളരെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു വർക്കായിട്ട് ഇത് മാറിയത്. എൻഡിമിയോൺ എ പൊയറ്റിക് റൊമാൻസ് എന്നാണ് ഈ ഒരു ബുക്കിൻ്റെ കംപ്ലീറ്റ് പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോയത്തിൻ്റെ ഒരു ലെജൻഡ് ഗ്രീക്ക് സ്റ്റോറിയുമായിട്ട് കണക്റ്റഡ് ആണ്. എൻഡിമിയോൺ എന്ന് പറയുന്നത് ഒരു പ്രിൻസ് അല്ലെങ്കിൽ ഒരു ഗോഡ്ലി ഫിഗർ അല്ലെങ്കിൽ ഒരു യങ് ഷെപ്പേർഡായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെ 2 സ്റ്റോറീസാണുള്ളത്. എൻഡിമിയോൺ ഒരു ഷെപ്പേർഡാണ്, അല്ലെങ്കിൽ ഒരു മൗണ്ട് ലാറ്റ്മോസ് എന്നുള്ള സ്ഥലത്തെ പ്രിൻസ് ആണെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം സിന്ധ്യ, ദ മൂൺ ഗോഡസുമായിട്ട് ഹി ഫെൽ ഇൻ ലവ് ആൻഡ് എന്ത് ചെയ്തു, എർത്തിലോട്ട് സിന്ധ്യയെ കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം ലാൻഡ് ചെയ്തു. അവിടെ വെച്ച് ഫീബി എന്നൊരു റിയൽ സ്ത്രീയെ ഇദ്ദേഹം കാണുകയും അദ്ദേഹം സിന്ധ്യ മറന്ന് ഇവരെ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ ഷീ വാസ് ആക്ച്വലി സിന്ധ്യ. ആൻഡ് ഇദ്ദേഹം സിന്ധ്യയാണെന്നും പറഞ്ഞല്ല സ്നേഹിച്ചത്, ഇത് ഫീബി എന്ന് പറഞ്ഞൊരു വേറൊരു സ്ത്രീയെ കണ്ടപ്പോഴേ ഇദ്ദേഹം അങ്ങ് പ്രണയിച്ചു. സിന്ധ്യ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എറ്റേണൽ ലൈഫ് കൊടുത്തിട്ട് പോയി കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറിയാണ് അതായത് എൻഡിമിയോണും അതുപോലെ തന്നെ സിന്ധ്യയും തമ്മിലുള്ള, അതായത് നമ്മുടെ മൂൺ ഗോഡസും തമ്മിലുള്ളൊരു ലവ് സ്റ്റോറി പോലെയാണ് ഇത് പറഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ബുക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വർക്കിൻ്റെ പ്രിഫസിനകത്ത്, അതായത് ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഈ ഒരു വർക്കിനെ അദ്ദേഹം ഒരു ഫിവറിഷ് അറ്റംപ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അറ്റംപ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഫുൾ ഇമേജറീസ് ആണുള്ളത്. ഒരു കൈൻഡ് ഓഫ് ഒരുപാട് സെൻസറി ഇമേജസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള പോയത്തിൻ്റെ നമുക്ക് സമ്മറി നോക്കാം. ഫസ്റ്റ് ഓപ്പണിംഗ് ലൈൻസ് ഞാൻ പറഞ്ഞു, അത് കാണാതെ പഠിച്ചേക്കണം. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്നുള്ള ഫേമസ് ലൈനോട് കൂടിയാണ് ഈ ഒരു നമ്മുടെ പോം തുടങ്ങുന്നത്. ഫസ്റ്റ് 33 ലൈൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഓപ്പണിംഗ് ലൈൻസിനകത്ത് പോയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്യൂട്ടി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം, അതായത് എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് നമുക്ക് സന്തോഷം തരുന്നതാണ്. അതൊരു ഗൈഡിങ് ഫോഴ്സാണ് നമ്മുടെ ഇപ്പോൾ പറയത്തില്ലേ, ബ്യൂട്ടി ലൈസ് ഇൻ ദി ഐസ് ഓഫ് ദ ബിഹോൾഡർ. കാണുന്നവൻ്റെ കണ്ണിലാണ് ബ്യൂട്ടി എന്നൊക്കെ നമ്മളിങ്ങനെ പറയത്തില്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പം ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ചില ഡ്രസ്സ് ചില കളറ് നമുക്ക് ഇഷ്ടപ്പെടും, ചില കളറ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം
ഓരോരുത്തർക്കും ബ്യൂട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ നമ്മുടെ പോയിന്റും പറഞ്ഞു പോകുന്നത്. അപ്പം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺ ബ്യൂട്ടിയുടെ കോൺസെപ്റ്റാണ് അവിടെ പുറത്ത് വരുന്നത്. അതുപോലെ തന്നെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിന് നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഹ്യൂമൻ ലൈഫിൽ ഒരു വലിയ ഇമ്പാക്റ്റ് തന്നെ കൊണ്ടുവരാൻ സാധിക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിങ്ങിനെന്നാണ് പോയിട്ട് പറയുന്നത് ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ഫസ്റ്റ് ആൻസർക്കകത്ത്. ആൻഡ് ഹി ഓൾസോ ബിലീവ്സ് ദാറ്റ് എന്തെങ്കിലും ഒരു റെയർ അല്ലെങ്കിൽ റിയൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഹ്യൂമൻ സോളിന് ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഹാപ്പിനെസ് കൊണ്ടുവരും, ഒരു എറ്റേണൽ ആയിട്ടുള്ളൊരു റിലീഫ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരിക്കലും, അതായത് റിയൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഫെയ്ഡ് ആകത്തില്ല, അതിന് മരണമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ബ്യൂട്ടി എന്ന് അല്ല, ഇവിടെ ഫിസിക്കൽ ബ്യൂട്ടി എന്ന് വെച്ചാൽ നശിച്ചു പോകുമല്ലേ, പക്ഷേ ആ ബ്യൂട്ടി കൊണ്ടുണ്ടായ സന്തോഷം അല്ലെങ്കിൽ ആ ഒരു റിലീഫ് അല്ലെങ്കിൽ അതിന് നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിനൊരിക്കലും ഒരു നാശമില്ല. അതാണ് ഇവിടെ നിങ്ങൾ എടുക്കേണ്ട മീനിങ്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഒബ്ജക്റ്റിൻ്റെ ലവ്ലിനെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാസേജ് ഓഫ് ടൈം, അതായത് ടൈം ഒരിക്കലും അതിനെ എഫക്റ്റ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. ആ ഒബ്ജക്റ്റ് ചിലപ്പോൾ നശിച്ചു പോകുമായിരിക്കുമെങ്കിലും അതിൻ്റെ കളർ ഫെയ്ഡ് ആവുകയോ അതൊക്കെ ചെയ്യുവാണെങ്കിലും ആ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റിന് ഒരിക്കലും നാശമില്ല. അങ്ങനെ വേണം ഈ ഒരു പോയത്തിനെ ആ ഒരു മീനിങ്ങിൽ വേണം നമ്മൾ എടുക്കാൻ. അതിങ്ങനെ ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ ടൈം പാസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ വർക്ക് ഓഫ് ആർട്ട് ഒരാൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പോൾ ഈ പോയം തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എഴുതിയതാണെങ്കിൽ പോലും ഇപ്പോഴും അതിൻ്റെ ആ ഒരു ലൈൻസിന് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇപ്പോഴും നമ്മളിൽ അത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ ബ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നത്തിങ്നെസ്സിലോട്ട് അല്ലെങ്കിൽ ശൂന്യതയിലോട്ട് അത് പോവുകയില്ല എന്ന് പറയുവാണ്. അത് എപ്പോഴും ഫ്രഷ് ആയിട്ട് അത് കാണുന്ന ആ മനുഷ്യൻ അല്ലെങ്കിൽ അത് അഡ്മയർ ചെയ്യുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ അത് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് എന്താണ്, ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് സോഴ്സാണ്. നമുക്ക് പീസും നമുക്ക് സമാധാനവും നമുക്ക് സന്തോഷവും തരുന്നൊരു കാര്യമാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ റെജുവനേറ്റിംഗ് പവർ ഉണ്ട് അല്ലെങ്കിൽ ഒരു റിഫ്രഷിംഗ് പവർ ഉണ്ട്. ഹ്യൂമൻ ലൈഫിന് അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിന് അതൊരു ഹെൽത്തി ഇമ്പാക്റ്റ് ആണ് എപ്പോഴും കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇമ്മോർട്ടാലിറ്റി, അതായത് ബ്യൂട്ടിയിലൂടെയുള്ള ഇമ്മോർട്ടാലിറ്റി ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ സമാധാനത്തോടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റ് എടുക്കാനായിട്ട്, അതായത് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഒരു സൗണ്ട് സ്ലീപ്പ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രീം കാണുമെന്ന് വിചാരിച്ചോ, നമ്മൾ നല്ല സൗണ്ട് സ്ലീപ്പായിരിക്കും. ഇപ്പോൾ നൈറ്റ് മാരിഷ് ആയിട്ടുള്ള വല്ലതുമാണ് കാണുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടി ഉണരും. അതുപോലെ തന്നെയാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് എ സൗണ്ട് സ്ലീപ്പാണ് വിച്ച് ഇസ് ഫുൾ ഓഫ് സ്വീറ്റ് ഡ്രീംസ്. ആൻഡ് അത് മാത്രമല്ല, ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെ ബ്രീത് ചെയ്യാൻ എനേബിൾ ചെയ്യും, ഫ്രീ ആയിട്ട് നമ്മളെ ഹെൽത്തി ആക്കി വെക്കും എന്നാണ് പറയുന്നത്. അതായത് ആ ബ്യൂട്ടിഫുൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. പോയിറ്റിന് പറയുന്ന കാര്യം എന്താണ്, ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് പെയിൻ ആൻഡ് സഫറിങ്സ് ആണ്. ആൻഡ് നമ്മൾ പക്ഷേ എന്തുകൊണ്ടാണ് ജീവിതം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ഒബ്ജക്ട്സ് നമുക്ക് ചുറ്റിനും ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ ബ്യൂട്ടി നമ്മുടെ ഉള്ളിൽ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും ലൈഫ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, കീറ്റ്സിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫെയ്ത്ത് ആണുള്ളത്. അതായത് റിയൽ ഒബ്ജക്ട്സ് ഓഫ് ബ്യൂട്ടിയും റെയർ ഒബ്ജക്ട്സ് ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്നതും ഈ ഒരു വേൾഡിലുള്ള ബിറ്റർ റിയാലിറ്റീസിൽ നിന്ന് നമ്മളെ ഒരു വേൾഡ് ഓഫ് ഇമാജിനേഷനിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു പവറുണ്ട്. അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, ഇപ്പോൾ റെയർ ബ്യൂട്ടി ആണെങ്കിലും റിയൽ ബ്യൂട്ടി ആണെന്നുണ്ടെങ്കിലും നമ്മളെ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫുൾ ഓഫ് ഡേഞ്ചേഴ്സ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഫുൾ ഓഫ് എന്താ പറയുക, അപ്സ് ആൻഡ് ഡൗൺസ് ആണ്, ബിറ്റർ റിയാലിറ്റീസ് ആണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഹാർഷ് ട്രൂത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇതുപോലെയുള്ള റിയൽ അല്ലെങ്കിൽ റെയർ ബ്യൂട്ടിഫുൾ ഒബ്ജക്ട്സിന് നമ്മളെ വേൾഡ് ഓഫ് ഇമാജിനേഷനിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ദെയർ ഫോർ കീറ്റ്സ് പറയുവാണ്, എവറി ഡേ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവർ, അതായത് നമ്മൾ ഈ ഒരു ഇമാജിനറി വേൾഡിലാണ് ശരിക്കും ഈ ബ്യൂട്ടിഫുൾ ഒബ്ജക്ട്സ് കാരണം നമ്മളൊരു പീസ്ഫുൾ അല്ലെങ്കിൽ ഒരു ഇമാജിനറി വേൾഡിലോട്ട് നമ്മൾ ഇങ്ങനെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അതെങ്ങനെയാണെന്നാണ് പറയുന്നത്, നമ്മളൊരു ഫ്ലവർ വെച്ചിട്ട് നമ്മളൊരു റീത്ത് ഉണ്ടാക്കുന്ന പോലെ, അതായത് ഫ്ലവറി ബാൻഡ് ഉണ്ടാക്കുന്ന പോലെ. റീത്ത് എന്ന് പറയുമ്പം വിച്ച് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഡെത്ത്, അതല്ല. റീത്ത് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എല്ലാം അലങ്കരിച്ച് വെച്ചേക്കുന്ന ഒരു ബാൻഡ് പോലെയാണ്. നമ്മളെ അത് എർത്തിലോട്ട് കൂടുതൽ കണക്ട് ചെയ്യും എന്നാണ് ആര് പറയുന്നത്, പോയിറ്റ് പറയുന്നത്. ബ്യൂട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ബ്യൂട്ടിയുടെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ ആക്കും എന്നാണ് പറയുന്നത് ആ ബ്യൂട്ടിയുടെ ഇമ്പാക്റ്റ്. നമ്മൾ ഒരു ഫ്ലവറി ബാൻഡ് പോലെ ഈ എർത്തുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആകും എന്ന് പറയുവാണ്. ആൻഡ് അത് മാത്രമല്ല, ഈ ഒരു ലോകത്തെന്ന് പറയുന്നത് വേർതി ആയിട്ടുള്ള
സ്ത്രീകളും പുരുഷന്മാരെന്ന് പറയുന്നതും എങ്ങനെയുള്ളവരാണെന്നാണ് പറയുന്നത്. വളരെ സബ്ലൈം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നൈസ് ആയിട്ടുള്ള നല്ല നല്ല തോട്ട്സ് ഒക്കെ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ഒരു വേൾഡിൽ വേർതി ആയിട്ടുള്ള മെൻ ആൻഡ് വിമനെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണെന്നാണ് പറയുന്നത്. അതായത് അങ്ങനെയുള്ള മൈൻഡ് ഉള്ളവർ വളരെ കുറവാണ്. ഡാർക്ക്നെസ് ആണ് എല്ലായിടത്തും പ്രിവെയിൽ ചെയ്ത് നിൽക്കുന്നത്. ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഗ്രീഫ് അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഡിസീസസ് ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനൊരു ലൈഫിൽ ഈ ഒരു ഡാർക്ക് ആസ്പെക്ട്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നിട്ട് പോലും ചില ഷേപ്സ് ഓഫ് ബ്യൂട്ടി, അതായത് നേച്ചർ ആണെങ്കിലും ഹ്യൂമൻ ഹിസ്റ്ററി രൂപത്തിലാണെങ്കിലും ലിറ്ററേച്ചറിൻ്റെ രൂപത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ലോകത്തിൻ്റെ ഈ ഒരു ഗ്ലൂമിനെസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ്സിനെ അത് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അതായത് ചില ഷേപ്പ് ഓഫ് ബ്യൂട്ടി എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ ഒബ്ജക്ട്സ് തന്നെയാണ്. അത് പല രൂപത്തിലാവാം. ബ്യൂട്ടിഫുൾ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന ഒബ്ജക്ട്സ് മാത്രമല്ല ഉള്ളത്. നമുക്ക് ലിറ്ററേച്ചറിൻ്റെ രൂപത്തിലുണ്ട്, നേച്ചറിൻ്റെ രൂപത്തിലുണ്ട്, ഹ്യൂമൻ ഹിസ്റ്ററിയുടെ രൂപത്തിലുണ്ട് അല്ലേ. ചില മനുഷ്യരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചില തോട്ട്സ് ഉണ്ട്, ചില തിയറീസ് ഉണ്ട്, അപ്പം ചില പെയിൻറ്റിങ്സ് ഉണ്ട് അല്ലേ, ചില വർക്ക്സ് ഓഫ് ആർട്ട് ഉണ്ട്. ഇതെല്ലാം എന്താണ് ഷേപ്പ് ഓഫ് ബ്യൂട്ടി എന്നാണ് പോയിട്ട് വിളിക്കുന്നത്. ഇതിനെല്ലാം ഈ ഒരു ഡാർക്ക് ലോകത്തിലുള്ള ഗ്ലൂമിനെസ്സിനെ മാറ്റാനുള്ളൊരു കഴിവുണ്ട്. ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡാർക്ക് സ്പിരിറ്റ്സിനെ എല്ലാം ആ ഒരു ഗ്ലൂമിനെസ് മാറ്റി നമ്മളെല്ലാം ഹാപ്പി ആക്കാനുള്ള കഴിവും ബ്യൂട്ടിക്കുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷനെ കോമ്പാറ്റ് ചെയ്യാനുള്ള, അതായത് തരണം ചെയ്യാനുള്ള കറേജും ഈ ബ്യൂട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. അല്ലാതെ ഒരു മോട്ടിവേഷൻ വഴി നമുക്ക് ഈ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷനാണ്. ഇപ്പോൾ ഇവിടെ ഡിപ്രഷൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ ബ്യൂട്ടിയുടെ കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഫിസിക്കൽ ബ്യൂട്ടി അല്ല നോക്കുന്നത്. ഏതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതിനെ നമുക്ക് ബ്യൂട്ടി എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ട്രസ്റ്റിനെ നമുക്കതിനെ ബ്യൂട്ടി എന്ന് വിളിക്കാം. അയാളുടെ ബ്യൂട്ടിയാണ് അയാൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രസ്റ്റ് എന്ന് പറയുന്നത്, അയാളുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് നമുക്ക് ബ്യൂട്ടി എന്ന് പറയാം. അല്ലാതെ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അയാൾ വെളുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അയാളുടെ ബ്യൂട്ടി ആണെന്നോ അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ കാര്യം നമ്മളിപ്പോൾ ഓരോരുത്തരിലും നമ്മൾ ചിലരെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റീസ് കാണും. അതാണ് അവരുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്ന ബ്യൂട്ടിയും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തിങ്സോ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളെയൊക്കെ കോമ്പാറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെയൊക്കെ തടഞ്ഞു നിർത്താനും നമുക്ക് സാധിക്കും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പോലും പറ്റും. പോയിട്ട് ദെൻ എന്താണ്, കുറച്ച് ഷേപ്സ് ഓഫ് ബ്യൂട്ടിയുടെ കാര്യമാണ് ഇനി പറയുന്നത്. അതായത് ഈ ഷേപ്പ് ഓഫ് ബ്യൂട്ടി നമ്മുടെ ചുറ്റിനും ഉണ്ട്. അത് നമ്മുടെ വെറീസിനെ എല്ലാം ഫോർഗെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് വാട്ട് ആർ ദീസ് ഷേപ്സ് ഓഫ് ബ്യൂട്ടി? കുറച്ച് അമേസിങ് തിങ്സ് നമുക്ക് ചുറ്റിനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് സൺ ഉണ്ട്, മൂൺ ഉണ്ട്, ഓൾഡ് ആൻഡ് യങ് ട്രീസ് ഉണ്ട്. ആ ട്രീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഷെയ്ഡി സ്പേസസ് ഉണ്ട്, ഡാഫഡിൽസ് ഉണ്ട്, അതായത് ഫ്ലവേഴ്സ് ഉണ്ട്, ഒരു ഗ്രീൻ വേൾഡാണ് നമുക്ക് ചുറ്റിനും ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ഗ്ലൂമിനെസ്സിനെ കളയുന്ന കാര്യമാണ്. നമുക്ക് ഹെൽത്തും നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ അല്ലേ. നമുക്ക് ചുറ്റിനും ബ്യൂട്ടി കണ്ടെത്തുക എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. നമുക്ക് ചുറ്റിനും ബ്യൂട്ടി ഉണ്ട്, അതായത് ഇങ്ങനത്തുള്ള ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ടൈം നമ്മൾ എടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടീസിൻ്റെ തന്നെ ഒരു ക്ലസ്റ്റർ ഉണ്ട് നമുക്ക് ചുറ്റിനും അല്ലേ, ഈ സണ്ണ്, മൂണ്, ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മുടെ പോയിറ്റ് എന്ന് പറയുന്നത്, അതായത് അദ്ദേഹം പറയുവാണ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്കൊരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ഡിലൈറ്റ് അല്ലെങ്കിൽ ഹാപ്പിനെസ് കൊണ്ടുവരുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കീറ്റ്സിന് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഓൾഡ് ടെയിൽസ് ആണ്, പഴയ സ്റ്റോറീസ്, പഴയ റൊമാൻസ് സ്റ്റോറീസ്, അതായത് പഴയ റൊമാൻസസ് റിട്ടൺ ബൈ ഗ്രേറ്റ് പോയറ്റ്സ് ഒക്കെയാണ് നമ്മുടെ കീറ്റ്സിന് നൽകുന്ന ബ്യൂട്ടി, അതായത് കീറ്റ്സിന് സന്തോഷം നൽകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതായത് ഈ വലിയ വലിയ ആളുകളുടെ സ്റ്റോറീസ്, അതായത് ഈ ഹീറോസിൻ്റെ സ്റ്റോറീസ്, അവരുടെ ഡെത്ത്, അവരുടെ ലൈഫ്, ബ്രേവ് ഹീറോസിൻ്റെ ഹിസ്റ്ററി, അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. കാരണം എന്താ, അവരുടെ ലൈഫ് നമ്മൾ വായിക്കുമ്പോൾ ആണെങ്കിലും നമ്മളത് കേൾക്കുകയാണെങ്കിലും നമുക്കതൊരു മോട്ടിവേഷൻ പോലെയാണ്. നമ്മളും നോബിളാവാനുള്ളൊരു മോട്ടിവേഷൻ അവരുടെ ലൈഫ് വഴി നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്, ഒരു ഇൻസ്പിറേഷൻ പോലെ. സിമിലർലി വർക്ക് ഓഫ് ആർട്ട് അല്ലെങ്കിൽ ലിറ്ററേച്ചറിനും ഇതുപോലെയുള്ളൊരു തിങ് ഓഫ് ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. അതായത് നല്ല നല്ല സ്റ്റോറീസ്, നല്ല നല്ല പോയംസ്, അത് നമ്മൾ കേൾക്കുന്നു, നമ്മൾ വായിക്കുന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നല്ല ഇമ്മൻസ് ഡിലൈറ്റ് ആണ് കിട്ടുന്നത്. നമ്മുടെ ലൈഫിൽ സന്തോഷം, ദുഃഖങ്ങൾ പോലും നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ ഇതിനെ എല്ലാ വിഷൻസ് ഓഫ് ബ്യൂട്ടി എന്നാണ് പറയുന്നത് കീറ്റ്സ്. അതായത് ലിറ്ററേച്ചർ ആണെങ്കിലും നേച്ചറിലെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം വിഷൻ ഓഫ് ബ്യൂട്ടി എന്നാണ് പറയുന്നത്. ഈ വിഷൻ ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു എൻഡ്ലെസ് ഫൗണ്ടൻ പോലാണ്. അതായത് ഒരിക്കലും ഉറവ പറ്റാത്തൊരു ഫൗണ്ടൻ പോലെയാണ് വിളിക്കുന്നത്. എന്തോ ഒരു കൈൻഡ് ഓഫ് ഇമ്മോർട്ടൽ ഡ്രിങ്ക് നമുക്ക് തരുന്ന ഒരു ഫൗണ്ടൻ പോലെയാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഹെവനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഇമ്മോർട്ടൽ ഡ്രിങ്ക് പോലെയാണ് ഈ ബ്യൂട്ടിഫുൾ വിഷൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡിലൈറ്റും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും പീസും കൊണ്ടു തരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് കീറ്റ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് അൺഎർത്തിലി.
അതായത് അൺഎർത്തിലി ആയിട്ട് നമ്മുടെ ഈ എർത്തിൽ മാത്രം കാണുന്നതല്ലടാ, ഇച്ചിരി ഒരു ഹെവൻലി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ബ്യൂട്ടി എന്ന് പറയുന്നത്. അത് ഹെവനിൽ നിന്ന് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് കിട്ടിയ ഒരു കൈൻഡ് ഓഫ് ഡിവൈൻ ഗിഫ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇത്രയും ഒബ്ജക്ട്സിന് ഈ ഒരു ബ്യൂട്ടി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഔട്ട് ഓഫ് ദി വേൾഡ് എക്സ്പീരിയൻസ് ആണെന്നാണ് പറയുന്നത്, ഔട്ട് ഓഫ് ദി വേൾഡ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റ്, അതായത് ഒരു പോയറ്റിനും അദ്ദേഹത്തിനും ഇതുപോലെ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഒരുപാട് കിട്ടുന്നുണ്ട്. ആ ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷനിൽ നിന്ന് കിട്ടുന്ന ബ്യൂട്ടി വെച്ചിട്ടാണ് ഒരു പോയറ്റും നല്ല നല്ല പോയംസ് ഇതുപോലെ എഴുതുന്നത്. ഇനി ഏതൊക്കെയാണ് ആ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ? ഒരു പോയറ്റിന് കിട്ടുന്ന സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ എന്തൊക്കെയാണെടാ? ഫ്ലവറി ബാൻഡ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് ഉണ്ട്. ഇതൊക്കെയെന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമ്മോർട്ടൽ ഡ്രിങ്ക് പോലെയാണ്. അതായത് അയാളുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഡിവൈൻ ഇൻസ്പിറേഷൻ, അതാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ആ ഇമാജിനേഷനിലൂടെയും ഇൻസ്പിറേഷനിലൂടെയാണ് അയാൾക്ക് ഇത്രയും നല്ല നല്ല തോട്ട്സ് പോയട്രിക്കകത്ത് എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ പറയുന്നത് ഈ ഒരു ഇൻസ്പിറേഷൻ്റെ കാര്യമാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് മൂണുണ്ട്, പിന്നെന്താണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയംസ് ഉണ്ട്. പിന്നെ ഈ മൂണിനെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയംസിനെയൊക്കെ ഇദ്ദേഹം ഗ്ലോറീസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഇൻഫിനിറ്റ് ഗ്ലോറീസ് എന്നാണ് വിളിക്കുന്നത്. ഒരിക്കലും മരണമില്ലാത്ത ഗ്ലോറീസ് എന്നാണ് ഈ മൂണിനെ, അതായത് ഈ പാഷനേറ്റ് ആയിട്ടുള്ള പോയംസിനെയൊക്കെ അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തോട്ട്സ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ട് മാറും ഇതിൻ്റെയൊക്കെ മാജിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് മാത്രം. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഇയാൾക്ക് ചുറ്റിനും ഇദ്ദേഹത്തിന് ചുറ്റിനും ഉള്ളതുകൊണ്ട് ഈ ഒരു എസൻസ് എല്ലാം ഇദ്ദേഹത്തിന് വളരെ വളരെ പ്രിയപ്പെട്ടതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇദ്ദേഹത്തിനെ സസ്റ്റെയിൻ ചെയ്തും ഇദ്ദേഹത്തിന്റെ പോയട്രിയെ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നതും ഇതുപോലെയുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഗ്ലോറീസ് ആണെന്നാണ് പറയുന്നത്, ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഈ ഒരു ബ്യൂട്ടിയെ ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഒരു അത് ഏതാണ്? ഒരു പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അതാണ് അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഏതൊരു പോയിറ്റിനെയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചുറ്റിനുമുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇമാജിനേഷൻ അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ടാണ് നല്ല രീതിയിലുള്ള പൊയറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ ടെയിൽസ് ഒക്കെ അദ്ദേഹത്തിന് പറയാനും എഴുതാനും സാധിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രേസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സിന്ധ്യയും എൻഡിമിയോണും തമ്മിലുള്ള ലവ് സ്റ്റോറി എന്നാണ് ഇദ്ദേഹം പറഞ്ഞു പോകുന്നത്. അങ്ങനെയാണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബുക്കായിട്ടാണ് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് 4 ബുക്കുണ്ട്, ഈ 4 ഭാഗങ്ങളാണുള്ളത്. പിന്നെ എൻഡിമിയോണിനകത്ത് പറയുന്ന ആ ഒരു മെറ്റഫർ എന്ന് പറയുന്നത് ഇമ്മോർട്ടാലിറ്റി ഓഫ് ബ്യൂട്ടിയാണ് കേട്ടോ. പിന്നെ അയാംബിക് പെൻറ്റമീറ്ററിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, റൈംഡ് കപ്ലറ്റിലാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു 3-4 ആ സ്റ്റാൻസ് ഫുള്ള് കംപ്ലീറ്റ് ഇതിൻ്റെ സമ്മറിയാണ് ഞാൻ പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിനെ നമ്മുടെ പോയറ്റിനെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പോയത്തിൻ്റെ മെസ്സേജ് എന്താണ്? പോയത്തിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ തന്നെയാണ്, എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത്. അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ മൈൻഡ് ഇങ്ങനെ ട്രഷർ ചെയ്ത് വെക്കും, അതിന് നമുക്ക് എറ്റേണൽ അല്ലെങ്കിൽ എവർ ലാസ്റ്റിംഗ് ഹാപ്പിനെസ് നമ്മുടെ മൈൻഡിൽ തരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് പറയുന്നതൊരു എപ്പോഴും ആളുകൾ കോട്ട് ചെയ്ത് എഴുതുന്നൊരു ലൈനാണിത്. ഓക്കെ, ബ്യൂട്ടിയും അതിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ലൈഫ് എന്താണെന്നാണ് എഴുതേണ്ടത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിസ്റ്റോട്ടിലിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടിയും അതുപോലെ തന്നെ നമ്മുടെ കീറ്റ്സിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ബ്യൂട്ടിയും എന്താണ് കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലിൻ്റെ തിയറി ഓഫ് സോൾ അല്ലെങ്കിൽ എർത്ത്, നമ്മുടെ പൊയറ്റിക് ബ്യൂട്ടി അല്ലെങ്കിൽ ട്രൂത്ത് എന്താണെന്ന് ഈ ഒരു പോയത്തിനകത്ത് എങ്ങനെ റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പോൾ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ കീറ്റ്സിൻ്റെ അതേ വ്യൂ തന്നെയാണ് അരിസ്റ്റോട്ടിലിനുള്ളത്. അതായത് ബ്യൂട്ടി എന്ന് പറയുന്നത് ട്രൂത്താണ്, ട്രൂത്ത് എന്ന് പറയുന്നത് ബ്യൂട്ടിയാണ്. ഇതാണ് അരിസ്റ്റോട്ടിലിൻ്റെ കോൺസെപ്റ്റ് കേട്ടോ. ബ്യൂട്ടി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ബ്യൂട്ടിയെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. എങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു നല്ലൊരു ബുക്ക് ഇരിക്കുകയാണ്, അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതിൻ്റെ വേർഡ്സ് ഉണ്ട്, അതിൻ്റെ ആ ഒരു എഴുതിയിരിക്കുന്ന രീതിയുണ്ട്, സ്റ്റൈലുണ്ട്, പാറ്റേൺ ഉണ്ട്, അതിൻ്റെ ഓതറിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലിലൊരു ബ്യൂട്ടി ഉണ്ട് അല്ലേ. അതിനിപ്പം നല്ലൊരു കവർ പേജ് ഉണ്ടെങ്കിൽ അതിനൊരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്യൂട്ടിയെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് ആരും പറയുന്നത്, നമ്മുടെ കീറ്റ്സും പറയുന്നത് കേട്ടോ. ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണത്? ഒബ്സർവ് ചെയ്യുന്ന ആളുടെ കണ്ണിൽ കാഴ്ച പോലെ ഇരിക്കും. അതായത് അയാൾ പെർസീവ് ചെയ്യുന്ന എടുക്കുന്നത് പോലെ എന്താണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. ബ്യൂട്ടിക്ക് ഒരു ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ട്. അതായത് മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ സയൻസ് പോലെ ബ്യൂട്ടിക്കും ഒരു ഷേപ്പ് ആൻഡ് സൈസ് ഒരു പാറ്റേൺ ഉണ്ടെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇത് തന്നെയാണ് പറയുന്നത്, കീറ്റ്സും പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ചും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ
അരിസ്റ്റോട്ടിൽ ഇപ്പോൾ പറഞ്ഞ പോലെ അരിസ്റ്റോട്ടിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ഔട്ട്വേർഡ് അപ്പിയറൻസ് ഓഫ് തിങ്സിനെ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മൾ ഇൻവേർഡ് ആയിട്ടുള്ള അതിൻ്റെ റിയൽ എസൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് തന്നെയാണ് ആരും പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കീറ്റ്സും പറയുന്നത്. ഫിസിക്കൽ ബ്യൂട്ടിക്കല്ല, അകത്തെ ആ ഒരു ബ്യൂട്ടിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ആർട്ടിന് അങ്ങനെ ഒരു വാല്യൂ ഉണ്ടെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പക്ഷേ ആർട്ടിന് അങ്ങനെ ഒരു വാല്യൂ ഒട്ടുമില്ലെന്നാണ് പ്ലേറ്റോ പറയുന്നത്. അതായത് ആർട്ടിനെന്നല്ല, അതായത് ഒരു കാര്യത്തിനും, അതായത് ഇപ്പം നമുക്ക് പ്ലേറ്റോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നോ ട്രൂത്ത് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദ സ്റ്റഡി ഓഫ് ആർട്ട്. ആർട്ട് പഠിച്ചതുകൊണ്ട് നമുക്കൊരു ട്രൂത്തും മനസ്സിലാക്കാൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പ്ലേറ്റോ പറയുന്നത്. പക്ഷേ അരിസ്റ്റോട്ടിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും പോസിബിൾ ആക്കുന്ന ഒരു കാര്യമാണ് ആർട്ട്. കീറ്റ്സിനും ഇതേ ബിലീഫ് തന്നെയാണുള്ളത്. ആർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ചേഞ്ച് ആവുമായിരിക്കും, പക്ഷേ അത് ക്രിയേറ്റ് ചെയ്യുന്ന ബ്യൂട്ടി അല്ലെങ്കിൽ ട്രൂത്ത് എന്ന് പറയുന്നത് അതൊരിക്കലും ചേഞ്ച് ആവത്തില്ലെന്നാണ് കീറ്റ്സ് അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ പറയുന്നത് കേട്ടോ. ഈ ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. കീറ്റ്സിന് എങ്ങനെയാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്, തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. അതായത് ബ്യൂട്ടി ഒരിക്കലും ഡിക്രീസ് ചെയ്യത്തില്ല, അത് ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് അരിസ്റ്റോട്ടിലും പറയുന്നത്. ഒരു പെർമനൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റിന് സാധിക്കും. അതായത് പോയട്രിയുടെ തന്നെ കീറ്റ്സ് പറയുന്ന ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, പോയട്രിയുടെ ടൈംലെസ്നെസ് ആണ്, അല്ലെങ്കിൽ ആർട്ടിൻ്റെ പെർമനൻസ് ആണ് ബ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. ആ ഒരു എറ്റേണൽ ട്രൂത്താണ് ആർട്ട് റിവീൽ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിന് നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അരിസ്റ്റോട്ടിൻ്റെ ആണെങ്കിലും കീറ്റ്സിനാണെങ്കിലും ഒരേ അഭിപ്രായമാണുള്ളത് ബ്യൂട്ടിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആർട്ടിൻ്റെ കാര്യത്തിൽ. അതായത് രണ്ടും പെർമനൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പെർമനൻസ് ക്രിയേറ്റ് ചെയ്യും. ഒന്നിനും മരണമില്ല. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന പെർമനൻസിന് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റിന് ഒരിക്കലും മരണമില്ല എന്നാണ് രണ്ടുപേരും അഭിപ്രായപ്പെടുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.